ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ആർക്ക് ഉറക്കം പ്രശ്നം വരും, ഉറക്കം കിട്ടാത്ത അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, ഇത് ആർക്ക് വരും? നേരെ മറിച്ച് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും നല്ല ഉറക്കം കിട്ടും എന്നർത്ഥം. ഇതെങ്ങനെ മനസ്സിലാക്കണേ? ജാതക പ്രകാരം 12ാം ഭാവമാണ് ശയനം, അയന ശയന ഭാവം എന്ന് പറയും അല്ലെ. പാപം വേഞ്ച പതന നിരയം സ്ഥാനഭ്രംശം ച വൈകല്യം ചിന്തനീയ ദ്വാദശമതേ. 12ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഉറക്കം, ശയനം എന്ന് പറയുന്നത് കിടന്നുറങ്ങുക, ഭോഗശയനങ്ങള് എല്ലാം വരുന്നതും 12ാം ഭാവത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് ഉറക്കം കുറവായിരിക്കും, ആർക്ക് ഉറക്കം കൂടുതലായിരിക്കും? ഇപ്പൊ ഈ 12ാം ഭാവാധിപതി മറവ് സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ നല്ല ഉറക്കം കിട്ടും, ഭയങ്കര ഉറക്കമായിരിക്കും, ചിലപ്പോൾ പകലിരുന്ന് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോ 12ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഏതാണോ അത് 6, 8, 12 ഈ സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. കാര്യം ഓയ്വെടുക്കുന്ന, അതായത് കൂടുതൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥാനങ്ങളായിട്ടുള്ള 6ലോ 8ലോ വന്ന് 12ാം സ്ഥാനാധിപതി ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം കൂടും. അത് വിപരീത രാജയോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. 6ാം ഭാവാധിപം 8ാം ഭാവാധിപം 12ാം ഭാവാധിപം മാറി മാറി പരിവർത്തനയിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഉറക്കം കിട്ടും എന്നുള്ളതാണ്. എന്നാൽ ഇത് കേന്ദ്രഭാവത്തിൽ ഇരിക്കുകയാണെന്ന് വരിക 12ാം ഭാവാധിപതി. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ശയനം ചെയ്യുന്ന സമയത്തും 4ലിരുന്ന് കഴിഞ്ഞാൽ കുടുംബത്തെ കുറിച്ചുള്ള ചിന്ത, 7ലിരുന്ന് കഴിഞ്ഞാൽ ഭാര്യയെ കുറിച്ചുള്ള ചിന്ത, കസ്റ്റമറെ കുറിച്ചുള്ള ചിന്ത, 10ലിരുന്ന് കഴിഞ്ഞാൽ തൊഴിലിനെ കുറിച്ചുള്ള ചിന്ത. ഉറങ്ങണം പോണ സമയത്തെ 5ലോ 7ലോ 9ലോ ഇരുന്നാലോ, 5ലിരുന്ന് കഴിഞ്ഞാല് ഭാഗ്യാദി, 5ലിരുന്ന് കഴിഞ്ഞാല് നമ്മുടെ പൂർവികമായിട്ടുള്ള കാര്യങ്ങള്, സ്വത്ത് വകകള്, രാഷ്ട്രീയം മുതലായ കാര്യങ്ങള്, പ്രേമം മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള ഭയങ്കരമായ ചിന്ത. 9ലിരുന്ന് കഴിഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങള്, അതുപോലെ ചില തരത്തിലുള്ള പൊസിഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഉദ്യോഗങ്ങള്, പൊസിഷൻസ്, പൊളിറ്റിക്സിൽ ഉയർന്ന സ്ഥാനം, ആ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചിന്തയായിരിക്കും. നേരെ മറിച്ച് 12ാം ഭാവാധിപതി 6, 8, 12ലാണ് നിൽക്കണമെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവില്ല, കിടക്ക കണ്ടാൽ മതി, നല്ല ഉറക്കമായിരിക്കും. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ വിധത്തില് മോശം നല്ലതെന്നുള്ളതല്ല, 12ാം ഭാവാധിപതി കേന്ദ്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതല് രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും എങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള വെൽബീയിങ്, സ്വത്ത്, ഭാഗ്യം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കാന്നുള്ള കാര്യത്തിലായിരിക്കും വന്ന. ഇങ്ങനെ ഇരുന്നാൽ പോലും നല്ല ഉറക്കം കിട്ടാൻ അതിന് പ്രാക്ടിക്കലായ വിധത്തിൽ ചില പ്രതിവിധികൾ അസ്ട്രോളജിയിലുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ മുന്നത്തെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോകളൊക്കെ പോയി കണ്ട പല ടിപ്പുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരു വണക്കം. ഓം അഗതീശ്വരായ.